നോമ്പിൽ 10-ാം ദിനം. ധ്യാനത്തിന് ആധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്വയം നീതീകരിച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുകയും ധാർഷ്ട്യത്തോടെ ഇടപെടുകയും ചെയ്യുന്നവർക്കെതിരെ ക്രിസ്തു പറഞ്ഞ ഉപമയാണ് പ്രതിപാദ്യം. എങ്കിലും അനുതാപമെന്ന സവിശേഷ ഗുണമാണ് നാം ധ്യാനത്തിന് ആധാരമാക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളറകളുടെ ഉള്ളുപോലും അറിയുന്നവൻ്റെ മുമ്പിലാണ് പരീശൻ്റെ പ്രഹസനം. തൻ്റെ നോമ്പും പ്രാർത്ഥനകളും താൻ കൊടുത്ത പണവും എല്ലാം അയാളുടെ നാൾ വഴിയിലും കണക്ക് പുസ്തകത്തിലും ഉണ്ട്. ദൈവത്തോടായാലും അതെല്ലാം ബോധ്യപ്പെടുത്തിയേ തീരൂ എന്നാണ് അയാളുടെ പക്ഷം. ഒരു തിരുത്തലിന് പോലും ഇടം കൊടുക്കാത്ത ചിലർ അങ്ങനെയാണ്. തൻ്റെ മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരെയും ദൈവത്തെയും ധരിപ്പിക്കണമെങ്കിൽ ചുറ്റുമുള്ളവരുടെ ന്യൂനതകളെ കൂടെ പറയണമല്ലോ. താരതമ്യത്തിലാണ് പരീശൻ മഹാനാകാൻ ശ്രമിക്കുന്നത്. നിന്റെ പുരയ്ക്കകത്ത് വരാനും കൂടെ ഇരിക്കാനും ഞാൻ പോരാത്തവനാണ് എന്ന ഭാവമാണ് ചുങ്കക്കാരന്. അനുതാപവും വിനയവുമാണ് അയാളെ നമ്രശിരസ്കനായി ദൂരത്ത് നിർത്തുന്നത്. അയാളുടെ കുറിയലായിസോൻ വിളിക്ക് പാപമേറ്റുപറയുന്നവൻ്റെ ഗദ്ഗതവും അനുതാപ കണ്ണീരിൻ്റെ നനവും ഞാൻ ഏതുമില്ലെന്നുള്ള വിനയവും ഉണ്ടായിരുന്നു. ദൈവമുമ്പാകെയുള്ള വിനയം അവന് പാപക്ഷമ സമ്മാനിച്ചു എന്നും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നും ഗുണപാഠം. 1725 ജനനം. അരുമയോടെ വേദപാഠങ്ങൾ ചൊല്ലിത്തന്ന മാതാവ് മരിക്കുമ്പോൾ കൊച്ചു ജോൺ ന്യൂട്ടന് 9 വയസ്സ്. ആ ബൈബിൾ പാഠങ്ങളാണ് വിശ്വാസ സ്വഭാവ രൂപീകരണങ്ങൾക്ക് ആകെയുള്ള അടിത്തറ. കാറ്റിൽപ്പെട്ട കരിയില പോലെയായിരുന്നു പിന്നീട് താൻ ആഗ്രഹിക്കാത്ത ജീവിതം. ഹാർവിക് എന്ന കപ്പലിൽ നീണ്ടകാലം അടിമ വ്യാപാരത്തിൻ്റെ കരിപുരണ്ട നാളുകൾ. ഒരു കപ്പൽ ഛേദവും കടുത്ത പനിയുമാണ് വിശ്വാസ വഴിയിലേക്ക് അയാളെ തിരികെ എത്തിച്ചത്. എന്നാൽ പ്രഭാതത്തിൽ ബൈബിൾ പാരായണവും രാത്രിയിൽ ആഫ്രിക്കൻ തടവുകാരോട് ഉള്ള ക്രൂരതയും തൻ്റെ വിശ്വാസത്തിന് യോജിക്കുന്നതല്ലെന്ന് പോലും അയാൾ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ദൈവാത്മ പ്രേരിതനായി ഈ സ്വത്വ പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടി അയാൾ എഴുതിയ പാട്ടുകളെല്ലാം തന്നെ ജീവൽഗന്ധിയായിരുന്നു. അനുതാപത്തിൻ്റെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ എന്ന ഗാനത്തിന് അയാളുടെ സംഘർഷങ്ങളുടെയും പാപബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഗന്ധമുണ്ട്. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും നിന്നെ ദുഃഖിപ്പിച്ച പിഴകൾ ക്ഷമിക്കണമേ എന്ന് ദൈവമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.